സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും. പ്രിയ വായനാ സുഹൃത്തെ, യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മാർച്ച് 28, ഒന്നാമത്തെ വായനാഭാഗം, സംഖ്യാപുസ്തകം 10-ാം അധ്യായം. അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് കാഹളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, വെള്ളി കൊണ്ട് കാഹളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മോശയോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അത് അടിപ്പ് പണിയായി ഉണ്ടാക്കണം, സഭയെ വിളിച്ചുകൂട്ടാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും അത് ഉപയോഗിക്കണം. അത് മാത്രമല്ല, അതിന് ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിൻ്റെ അടുക്കൽ കൂടണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. രണ്ടാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. അപ്പം ഇങ്ങനെ ഓരോ കണക്കിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധം തുടങ്ങുമ്പോൾ ഗംഭീരധ്വനി പുറപ്പെടുവിച്ചിട്ട് വേണം അവരെ യുദ്ധത്തിന് കൊണ്ടുവരുവാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ വെള്ളി കൊണ്ടുള്ള കാഹളം. അപ്പോൾ ഈ ഒരു ലക്ഷക്കണക്കിന് ജനമുണ്ട്. അപ്പോൾ എടുത്തു ഒരാൾ പറഞ്ഞാൽ അറ്റത്ത് നിൽക്കുന്ന ആളുകൾ കേൾക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ടായിരിക്കും ഈ കാഹളം ഊതുന്നത്. അപ്പോൾ ഒരു സർട്ടൻ ഒരു ലിമിറ്റ് വരെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ചിലപ്പോൾ അങ്ങറ്റം വരെ കേൾക്കുമോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ ഒരാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനേക്കാളും 10 മടങ്ങ് ശബ്ദമായിരിക്കും കാഹളത്തിന്. അതുകൊണ്ട് കാഹളം കേൾക്കുമ്പോൾ അവർ പുറപ്പെടണം, യുദ്ധത്തിന് പുറപ്പെടണം, വന്ന് കൂടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ 2-ാം വർഷം 2-ാം മാസം 20-ാം തീയതി, 2-ാമത്തെ വർഷം, അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 2-ാം വർഷം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷ്യനിവാസത്തിൽ നിന്ന് അനങ്ങി. അപ്പോൾ മേഘം അവിടെ നിന്ന് പൊങ്ങി, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പുറപ്പെടാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എന്നിട്ട് പാരാൻ മരുഭൂമിയിൽ വന്ന് നിന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ പുറപ്പെടുമ്പം എങ്ങനെയാണ് പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ, യഹൂദ മക്കളുടെ കൊടിക്കയുള്ള പാളയം, അത് യഹൂദ മക്കളുണ്ട്, അതുപോലെ ഇസ്സാഖാർ മക്കളുണ്ട്, പിന്നെ സെബുലൂൻ മക്കളുണ്ട്. ഈ 3 ഗോത്രങ്ങളുടെ ഒരു ടീമാണ്, അല്ലെങ്കിൽ ജനമാണ് യഹൂദ മക്കളുടെ ഗോത്രം. ആദ്യം യഹൂദ മക്കളുടെ ഗോത്രം പുറപ്പെടും. ഈ 3 ഗോത്രങ്ങൾ കൊണ്ട് പുറപ്പെട്ട് മുന്നോട്ട് പോയി കഴിയുമ്പം പിന്നെ ഗർശോന്യരും മെരാര്യരും, അതായത് ലേവിയുടെ മക്കൾ, അവർ തിരുനിവാസം എല്ലാം അഴിച്ചു വെച്ച് അതെല്ലാം ചുമന്ന് കൊണ്ട് അവരുടെ പുറകെ പുറപ്പെടും. പിന്നെ രൂപേൻ്റെ കൊടിക്കയുള്ള ഗണം പുറപ്പെടും. അങ്ങനെ ബാക്കി 3 സംഘവും ഇവിടെ നിന്ന് പുറപ്പെടും. ഇങ്ങനെയാണ് പുറപ്പെട്ടിട്ടാണ് അവരിപ്പം പാരാൻ മരുഭൂമിയിൽ വന്നത്. പിന്നെ മോശെ തൻ്റെ അമ്മായിയപ്പനായ യെരുവേൽ, അല്ലെങ്കിൽ യിത്രോ, അല്ലെങ്കിൽ രഘുവേൽ എന്നൊക്കെ വിളിക്കുന്ന അമ്മായിയപ്പൻ്റെ മകൻ, അതായത് തൻ്റെ അളിയൻ എന്നൊക്കെ പറയുന്ന ഹോബാബിനോട് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വരിക എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നില്ല, ഞങ്ങൾ എൻ്റെ ദേശത്തേക്ക് ഞാൻ പോകും എന്ന് പറയുന്നുണ്ട്. എന്നിട്ടവർ പർവ്വതം വിട്ടിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശെ യഹോവയെ എഴുന്നേൽക്കണമേ, അങ്ങയുടെ ശത്രുക്കൾ ചിതറുകയും അങ്ങയെ പകയ്ക്കുന്നവർ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ, അതായത് നിൽക്കുമ്പോൾ, ഈ മേഘസ്തംഭം നിൽക്കുന്ന സമയമാകുമ്പം പറയും, യഹോവേ, അനേകായിരമായ ഇസ്രായേലിൻ്റെ അടുക്കൽ മടങ്ങി വരണമേ എന്നും പറയും. ഇത് മോശെ പെട്ടകം പുറപ്പെടുമ്പോൾ ഇവർ യാത്ര പുറപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ മേഘസ്തംഭം പുറപ്പെടുന്ന സമയത്ത് ആദ്യത്തെ കാര്യം പറയും. അത് കഴിഞ്ഞ് അത് നിൽക്കുന്ന സമയത്ത് യഹോവേ, മടങ്ങി വരണമേ, ഞങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്ന് പറയുകയും ചെയ്യും. അത് അങ്ങനെയാണ് ഈ 10-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം. അവിടെ തുടക്കത്തിൽ നമ്മൾ പൊതുവെ
ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അത് എന്താണ് അതിനകത്ത് പ്രശ്നം എന്ന് നമ്മൾ തോന്നാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്നത്. മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. അപ്പം അന്യന് വേണ്ടി കൈയടിക്കുന്ന കാര്യം ശരി, ഓക്കെ. കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി ജാമ്യം നിൽക്കും, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ജാമ്യം നിൽക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നാണ്. അങ്ങനെ ചെയ്താൽ അത് തനിക്ക് ദോഷമായി വരും എന്നാണ്. അങ്ങനെ ഈ കൂട്ടുകാർ ബന്ധത്തെ പറ്റി ചില കാര്യങ്ങളും കൂടെ അത് പറയുന്നത്, കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടച്ചപേക്ഷിക്കുക, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വിടുവിക്കാൻ. എന്നിട്ട് മറ്റൊരു കാര്യം വേറെ പല വിഷയങ്ങളെ സംബന്ധിച്ചാണ് അതിനകത്ത്. നിൻ്റെ കണ്ണിന് ഉറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. നിൻ്റെ കണ്ണിന് ഉറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് എന്ന് പറയുന്നത് എന്താണ്? ഉറക്കം വേണ്ടാന്ന അർത്ഥത്തിലോ, രണ്ടും ഉറക്കത്തെക്കുറിച്ചാണ്, അത് വേണ്ടാന്ന അർത്ഥത്തിലല്ല. ജാഗ്രതയായിരിക്കേണ്ട കാര്യങ്ങളിൽ ജാഗ്രതയില്ലാതെ പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാം. ഉറുമ്പ് എങ്ങനെയാണ് അതിൻ്റെ ജീവിതചര്യ നടത്തുന്നതെന്ന് നോക്കി അതിൽ നിന്ന് ബുദ്ധി പഠിക്കാൻ പറഞ്ഞു. അതിന് നായകനോ മേൽവിചാരകനോ അധിപതിയോ ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം അത് ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. അത് ചെയ്യുന്നതാണ് ഉറുമ്പ്. അപ്പം ഉറുമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടി കൈകെട്ടി കിടക്കുക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യാതെ ഉറങ്ങിയും വിശ്രമിച്ചും സമയം കളയുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് ദാരിദ്ര്യം വഴിപോക്കനെ പോലെ, ചുമ്മാ കയറി വരുന്നവനെ പോലെ വരും. ബുദ്ധിമുട്ടാണെങ്കിലോ ഒരു പടയാളിയെപ്പോലെ നമ്മുടെ നേരെ വരും. അപ്പം അതുകൊണ്ട് സമയത്തിന് ഉറങ്ങി സമയത്ത് തന്നെ എഴുന്നേറ്റ് തൻ്റെ ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് പലരും ഉണ്ട് ഒരു പതിവിലധികം സമയം കിടന്ന് ഉറങ്ങുന്നവരും ഒക്കെ. ഇതിൻ്റെ ഭൗതികമായ അർത്ഥമാണെങ്കിൽ ആത്മീയമായ അർത്ഥവുമുണ്ട്. അവിടെ ദൈവിക കാര്യങ്ങളിൽ കാണിക്കുന്ന ഉദാസീനതയും നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് മകനെ, നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുക വരുത്. അപ്പോൾ അപ്പനും അമ്മയും അവർ പറയുന്നത് കേൾക്കണമെന്ന് പറയുമ്പം ദൈവകാര്യത്തെ സംബന്ധിച്ച് വചനവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വചനത്തിലില്ലാത്ത തെറ്റായ കാര്യങ്ങൾ ഒക്കെ പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം അമ്മയും പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുക എന്നുള്ളതല്ല, മറിച്ച് അപ്പനും അമ്മയും നമ്മുടെ അതേ വിശ്വാസത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തിലായിട്ട് ബൈബിളിൻ്റെ വിശ്വാസപ്രകാരമാണെങ്കിൽ അത് കേൾക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. എന്നാൽ അത് വിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ടവിടെ പറയുന്നത്, നീ നടക്കുമ്പോൾ അത് നിന്നെ കാക്കും, അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കുമെന്നാണ് ഈ അപ്പൻ്റെ അമ്മയുടെ ഉപദേശം കേൾക്കുന്ന ആൾ. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസ്ത്രങ്ങൾ ജീവൻ്റെ മാർഗവുമാകുന്നു. അത് ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ ഉപദേശവും ദൈവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ശാസ്ത്രങ്ങളെയും സംബന്ധിച്ചാണ്. അത് തന്നെയാണ് ഈ മാതാപിതാക്കൾ പറയുന്നതെങ്കിൽ അത് നമുക്ക് ഗുണകരമാകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. പക്ഷേ അതങ്ങനെയാണോ ഈ മാതാപിതാക്കൾ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിച്ച്, അത് ആണെങ്കിൽ നമുക്ക് കേൾക്കാനും അനുസരിക്കാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിട്ടു നിൽക്കാനേ ഒക്കെയുള്ളൂ, വേറെ ചെയ്യാനൊക്കില്ല. പിന്നെ ഈ ജാരശങ്ക, വ്യഭിചാരം, ഇതിനെയൊക്കെ സംബന്ധിച്ച് പറയുന്നത്,
അവിടെ യാതൊരു പ്രതിശാന്തിയും അവിടെ കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും ദൈവം തൃപ്തിപ്പെടുകയുമില്ല. അപ്പം അവിടെ ഈ വചനത്തിൽ, പുതിയ നിയമത്തിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ക്ഷമിക്കുന്ന പാപമുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കാത്ത പാപമുണ്ട്. ക്ഷമിക്കുന്ന പാപമുണ്ട്, ക്ഷമിക്കാത്ത പാപമുണ്ട്. ബൈബിളിൻ്റെ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഈ അല്ലെങ്കിൽ ഈ പരസ്ത്രീ ഗമനം അല്ലെങ്കിൽ പരപുരുഷ ഗമനം അത് ക്ഷമിക്കാത്ത പാപത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. കാരണം ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സഭ എന്ന ഏക മണവാട്ടിയും ആയിരിക്കുന്നത് പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത് അങ്ങനെ തന്നെയാണ് ദൈവം വച്ചിരിക്കുന്നത്. അതിന് പല ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ പല ഉപദേശങ്ങൾ ബൈബിളിൻ്റെ പല ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിലെങ്ങനെ ഇവിടെ പറയുന്നത്, അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളില്ല. അവിടെ ഒരു പാപക്ഷമയ്ക്ക് ഇടമില്ല എന്നാണ് പറയുന്നത്. ദൈവമേ ക്ഷമിക്കണമെന്ന് പറയാനുള്ള സ്പേസ് അവിടെ ഇല്ല. എത്ര സമ്മാനം കൊടുത്താലും ദൈവം തൃപ്തിപ്പെടുകയുമില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് പക്ഷെ അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഞാനെങ്ങും കണ്ടിട്ടില്ല. പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇതിൻ്റെ ഗൗരവം ഇത്രത്തോളം ഉൾക്കൊണ്ട് സംസാരിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ഉപദേശിക്കുന്നതോ ഞാൻ കേട്ടില്ല. പക്ഷേ ബൈബിളിൽ പല സ്ഥലങ്ങൾ പരിശോധിക്കുമ്പം ഇങ്ങനെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. ഇതിനിടയ്ക്ക് ദേവാലയത്തിലിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി ഈ ടീം എത്രയും പേരുണ്ട്, ഇവരെല്ലാവരും കൂടെ വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം തന്ന ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു ഈ പല കാര്യങ്ങൾക്കും ഡയറക്റ്റഡ് ഉത്തരവല്ല കൊടുക്കുന്നത്. അവിടെ ക്രിസ്തു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തമ്മിൽ കുശുകുശുത്തിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്ത എന്ത് എന്ന് ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കുകൊണ്ട് നമ്മെ കല്ലെറിയും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പറഞ്ഞു, എവിടെ നിന്നോ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദ്യം എന്താണ്? യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ അല്ലെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉള്ളതാണോ എന്നാണ് ചോദ്യം. അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ യേശുവും പറഞ്ഞുകൊണ്ട് യേശു തന്നെ പറയുകയാണ്, എന്നാൽ ഇത് എന്തധികാരം കൊണ്ട് ഞാൻ ചെയ്യുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആ പ്രശ്നം അവിടെ തീരുകയാണ്. അവർക്ക് പിന്നെ മറുപടി ഇല്ലാതായി. എന്നിട്ട് യേശു ജനത്തോട് ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരുടെ തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് ദാസന്മാരെ അയച്ചു. ആദ്യം വന്ന ദാസനെ അവർ തല്ലി പറഞ്ഞയച്ചു. രണ്ടാമത് ദാസനെ വന്ന് അവരെയും തല്ലി അപമാനിച്ചു, വെറുതെ വിട്ടു, ഒന്നും കൊടുത്തില്ല. ഈ പറഞ്ഞ തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങാൻ വന്നവനോട് അത് കൊടുക്കാതെ തല്ലി പറഞ്ഞയച്ചു. മൂന്നാമതൊരുത്തിനെ അയച്ചപ്പോൾ അവനെ ഒരു മുറിവേൽപ്പിച്ച് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ മകനെ അയക്കാം എന്ന് പറഞ്ഞു. അപ്പം മകനെ അയക്കുമ്പോൾ അവനിങ്ങനെ ചെയ്യില്ല, അവർ ശങ്കിക്കും. ഞാൻ ചെല്ലുന്ന പോലെയാണല്ലോ മകൻ ചെല്ലുന്നത്, അപ്പോൾ ശങ്കിക്കും എന്ന് പറയും. അപ്പോഴെന്ത് പറ്റിയെന്നറിയാമോ? ഇവൻ അവകാശിയാണ്. ഇവൻ ജീവിച്ചിരുന്നാൽ ഇവൻ നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇവനെ കൊന്നിട്ട് ഇവൻ്റെ അവകാശം നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കൊന്നു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരോട് അവരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഇവിടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ സ്ഥാനത്ത് ദൈവവും ഈ അയക്കപ്പെട്ട പലരും പ്രവാചകന്മാരുടെ സ്ഥാനത്തും തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകൻ, അവരെ കൊന്നുകളഞ്ഞ മകൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തുവും. ഇത് ഇത്രയും പറയുമ്പോൾ അവർ കേട്ടിട്ട് അവർ പറയാണ്, അങ്ങനെ ഒരു നാൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുക. ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും. യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട, യേശുക്രിസ്തുവിൻ്റെ മരണം കൂടെ ഉൾപ്പെട്ട
ഒരു ഉപമയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തോട്ടക്കാരൻ്റെ മകൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ അവരെ കൊല്ലാൻ പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. അവർക്ക് മനസ്സിലായി ഞങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്, അത് താഴെ എഴുതിയിട്ടുണ്ട്. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയവർ. അപ്പോൾ വീട് പണിയുന്നവരാരാ? ഇസ്രായേലിലാണ് വീട് പണിയുന്നവർ. അവർ തള്ളിക്കളഞ്ഞ കല്ല് യേശുക്രിസ്തു, ആ കല്ല് മൂലക്കല്ലായി തീരാൻ പോവാണ്. അത് ഇതൊരു പ്രവചനമാണ്. എനിക്ക് ഒരു സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയാം. അതോ യെശയ്യാ പ്രവാചകനിലാണോ? അപ്പോൾ ഈ ഒരു പ്രവചനത്തെ ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത്. എന്താണെന്നാണ് എന്ന് എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതെന്താണ്? അപ്പം അവിടെ ആ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് അത് യേശുക്രിസ്തുവാണ്. ആ കല്ലിന്മേൽ, ആ യേശുക്രിസ്തുവിൽ വീഴുന്ന ഏവനും തകർന്നു പോകും, എന്നാൽ അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അത് അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് അപ്പം തന്നെ അവനെ കൊല്ലാനാണ് അവർക്ക് തോന്നിയത്. പക്ഷേ ജനത്തെ ഭയപ്പെട്ടിട്ട്, ജനം കൂടി നിൽക്കുകയാണല്ലോ, ജനത്തെ ഭയപ്പെട്ടിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ അവൻ നാടുവാഴിയുടെ അധീനതയിൽ ഏൽപ്പിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ വാക്കിൽ കൊടുക്കണമല്ലോ, വാക്കുകൊണ്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. വാക്കിൽ കൊടുക്കേണ്ടതിന് നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ ചെന്നിട്ട് ആദ്യത്തെ ഒരു പണി വരുന്നതാണ്, അതിതാണ് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതം. അപ്പോൾ കൈസറുടെ അധികാരത്തിന് കീഴിലാണല്ലോ ഇപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പറയുന്ന യെരുശലേം യഹൂദ ജനം ഒക്കെ ആയിരിക്കുന്നത്. യഹൂദയിൽ രാജാവില്ലാത്ത കാലത്താണ്. അപ്പോൾ കൈസറാണ് ഭരിക്കുന്നത്. കൈസറുടെ കീഴിലാണ് ഈ ഹെരോദാവും അതുപോലെ തന്നെ പിലാത്തോസും ഒക്കെ ഓരോ ദേശത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുന്നത്. അപ്പോൾ കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് ഈ ചോദ്യം. അപ്പം യഥാർത്ഥത്തിൽ കൈസർക്ക് കരം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കൈസറുടെ ജനമല്ലല്ലോ ഇത്. പക്ഷേ ഇന്നിപ്പോൾ കൈസറുടെ അധികാരത്തിലാണ് ഇപ്പോൾ. അപ്പോൾ കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. ഇതൊരു കൺഫ്യൂസ്ഡ് ചോദ്യവും ഉത്തരവും ഒക്കെ ആയി മാറും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് കൈസർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൈസർ കൊടുക്കരുതെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈസരോട് പോയി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പോയി പറഞ്ഞിട്ട് അവനെ കുറ്റക്കാരനാക്കാമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ആ ഉപായം ഗ്രഹിച്ചിട്ട് യേശുക്രിസ്തു അവരോട് പറഞ്ഞ് വെള്ളിക്കാശൊന്ന് കാണിക്കാൻ പറഞ്ഞു. അവർ കാണിച്ചു. അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചു. അത് കൈസറുടേത് എന്ന് പറഞ്ഞു. അപ്പം നാണയത്തിലുള്ള കൈസറുടെ മേലെഴുത്താണ്. അപ്പം യേശു പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഇത് അന്തം വിട്ട ഒരു ഉത്തരമാണ്. അന്തം വിട്ട് പോയി ഉത്തരം കേട്ടിട്ട്. നമുക്കും ഇത് കേൾക്കുന്നുണ്ട്, നമ്മളും അതിശയിച്ച് പോകുന്നൊരു ഉത്തരമാണ്. ഇതെന്ത് ചെയ്യും? ഒന്നീ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ള ഉത്തരവല്ലേ നമുക്കവിടെ പറയാനുള്ളൂ, നമ്മളോട് ചോദിച്ചാലും. പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ കൊടുക്കണ്ട എന്നല്ല, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ അങ്ങനൊരു ഉത്തരം പറഞ്ഞപ്പോഴത്തേക്ക് ആ വാക്കിലവർ യേശുക്രിസ്തുവിനെ പിടിപ്പാൻ കഴിയാതെ അവരും ഈ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു എന്നാണ് വായിക്കുന്നത്. പിന്നെ സദൂക്യരിൽ ചിലർ വരും. സദൂക്യർക്ക് പുനരുദ്ധാനത്തിലൊരു വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു നാട്ടിൻ്റെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞൊരു കിടുക്കൻ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഗുരു, ഒരുത്തിയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആരാണ് ഈ പുരുഷനാണ് മരിച്ചു പോയത്. ഈ പുരുഷൻ മരിച്ചുപോയി, ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ദേവരധർമ്മം അനുസരിച്ച് സഹോദരൻ വേണം അടുത്ത ആ സ്ത്രീയെ വിവാഹം കഴിച്ച് ദേവരധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ ഒന്നാമത്തവൻ സ്ത്രീയെ കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ ആ സ്ത്രീയെ പരിഗ്രഹിച്ചു, അവരും മക്കളില്ലാതെ മരിച്ചുപോയി, മക്കളില്ല. മൂന്നാമത്തവൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചു പോവുകയാണ്. നാലാമത്തവൻ വിവാഹം കഴിക്കുന്ന അവനും മരിച്ചു. അങ്ങനെ 7 സഹോദരങ്ങളുണ്ടായിരുന്നു, 7 പുരുഷന്മാർ. 7 പുരുഷന്മാരും ഈ സ്ത്രീക്ക് ഭാര്യയായി ഭർത്താക്കന്മാരായി വരുന്നുണ്ട്. അപ്പോൾ അവസാനം 7 പേരും മരിച്ചു, അവസാനം സ്ത്രീയും മരിച്ചു. ഉപമയുടെ പോക്കോ ആലോചിക്കണം, ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. 7 പേര് മരിക്കുക, അവസാനം സ്ത്രീ മരിക്കുക എന്നൊക്കെയുള്ള ഉപമ ഇത് കുഴപ്പിക്കാനുള്ള ചോദ്യമാണ്. എന്നിട്ട് ചോദ്യം ഇതാണ്, പുനരുദ്ധാരത്തിൽ അവരിൽ ഏവന് ഭാര്യയാകും? 7 പേർക്കും ഭാര്യയായിരുന്നവളല്ലേ അവൾ, പുനരുദ്ധാനത്തിൽ ആർക്കാണ് ഭാര്യയാകുക?
യേശു ഉത്തരം പറയും. ഈ ഒരു വേദഭാഗം, ഈ ഒരു സംഭവം ഇവിടെ നടന്നില്ലായിരുന്നെങ്കിൽ നമ്മളും ഇതിനെ സംബന്ധിച്ച് ഇച്ചിരി കൺഫ്യൂസ് ആയിപ്പോയനെ. അപ്പം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവസ്ഥയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ഒരു ഭാഗം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിടെ പറയുന്നത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിലും ആ ലോകത്തിൽ അവിടെ പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവർക്കിനി മരിക്കാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. ഇപ്പോൾ പുനരുദ്ധാനം കഴിഞ്ഞ് നിത്യജീവൻ പ്രാപിച്ച് വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മരിക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ പുനരുദ്ധാനത്തിൻ്റെ പുത്രന്മാരായതുകൊണ്ട് അവർ ദൈവദൂത തുല്യം. അപ്പോൾ ദൈവദൂത തുല്യർ ദൈവദൂതന്മാർ കല്യാണം കഴിക്കുന്നില്ല, കല്യാണത്തിന് കൊടുക്കുന്നില്ല, കുടുംബജീവിതമില്ല, ഒന്നുമില്ല. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് വ്യക്തികളായി അവർ വേറെ റിലേഷൻഷിപ്പ്, മരിച്ച സ്ത്രീയും മരിച്ച ഈ 7 സഹോദരന്മാരും സ്ത്രീയുമൊക്കെ അവിടെ ഉണ്ടാകും. അവിടെ അവർക്കെല്ലാം പുനരുദ്ധാനം കിട്ടി അവർ നിത്യജീവന് യോഗ്യരാണെങ്കിൽ അവരും അവിടെ കാണും. പക്ഷേ ഈ 8 പേരും അവിടെ ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു തരത്തിലും ഭാര്യാഭർത്ത റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകിച്ച് നോക്കാം, അവർ ദൈവപുത്രന്മാരാകുമെന്നാണ്. അപ്പോൾ ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അവർ സഹോദരന്മാർ എന്ന റിലേഷൻഷിപ്പാണ് ഉണ്ട്. ദൈവം പിതാവും ദൈവരാജ്യത്തിലുള്ള മനുഷ്യർ എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരുമാകുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൈവമക്കൾ, സഹോദരന്മാരുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ എങ്ങനെയാണ് വിവാഹവും മറ്റു കാര്യം? അപ്പോൾ അതൊന്നും ഇല്ല എന്ന് സംശയത്തിനിടയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു അവിടെ അത് പറയുന്നത് നമുക്കും, അത് ഇന്ന് നമ്മൾ വായിക്കുന്ന നമുക്കും അത് വളരെ ഗുണകരമാകുന്നുണ്ട്. നമുക്ക് വ്യക്തമായൊരു ധാരണ അതിനെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. അതിന് ഈ ഒരു പാസേജ് വളരെ ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അത് പറയുന്നത് പഴയ ഭാഗത്ത് അബ്രഹാമിൻ്റെയും ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത് കൊണ്ട്, അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബ് മരിച്ചുപോയി. പക്ഷേ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവം എന്ന് ജീവനുള്ളവരുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പം അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും നിത്യജീവൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കേണ്ടവരാണ് എന്നുള്ള ഒരു സൂചന കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, അല്ലാതെ മരിച്ചവരുടെ ദൈവമല്ല എന്ന് അവിടെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചില ശാസ്ത്രിമാർ വന്ന് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, നിൻ്റെ ഉത്തരം ശരിയാണ് എന്ന് വന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ വേറൊരു പുസ്തകം, അതായത് സങ്കീർത്തനത്തിലെ 110 ഒരു കാര്യം, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതു ഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തുവെന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ ആ ദാവീദ് പറയുന്ന കർത്താവ് എൻ്റെ കർത്താവിനോടെന്നാണ്. അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന ദൈവം എൻ്റെ കർത്താവിനോട്, എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനോട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദാവീദ് പോലും യേശുക്രിസ്തുവിനെ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദാവീദിൻ്റെയും കർത്താവാണ് യേശുക്രിസ്തു, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കർത്താവാണ് ദൈവം യേശുക്രിസ്തു. അങ്ങനെ എല്ലാവരുടെയും കർത്താവാണ് യേശുക്രിസ്തു. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് ദൈവം കർത്താവാക്കി വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ദാവീദ് അവിടെ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത്, പിന്നെ അങ്ങനെ പുത്രൻ എങ്ങനെ ആകുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തക്കമുള്ള ഒരു മറുചോദ്യവും യേശുക്രിസ്തു ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല തെളിച്ചം തരുന്നൊരു അധ്യായമാണ് നമുക്ക് ഈ പുനരുദ്ധാനത്തെ സംബന്ധിച്ചും നിത്യജീവനെ സംബന്ധിച്ചും ഒക്കെ ലഭിക്കുന്ന ഈ വിവരങ്ങൾ നമുക്ക് വളരെ ഗുണകരമാണ്. ഇത് ഉള്ളത് നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തമായ പിക്ചർ ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. ആ ചോദ്യം അവർ ചോദിച്ചത് കൊടുക്കാനായിരിക്കും, പക്ഷേ കൊടുക്കാൻ ചോദിച്ചാണെങ്കിലും അത് തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് നന്മയ്ക്കായി മാറി എന്നോർത്ത് നമുക്കിപ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ 3 വായന ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളേവരെയും കാത്തുസൂക്ഷിക്കട്ടെ. നന്ദി.